ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഹജ്ജ് തീർത്ഥാടനത്തിന്റെ മനോഹരമായ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുകയാണ് മുൻ ടെന്നീസ് താരമായ സാനിയ മിർസ. അതിൽ വിശുദ്ധ കഅബ കൈകൊണ്ട് തൊടുന്ന ചിത്രമുണ്ട്. ജീവിതകാലം മുഴുവൻ ഓർത്തുവെക്കാനുള്ള മനോഹരമായ യാത്രയെന്നാണ് ആ ഫോട്ടോയ്ക്ക് താഴെ സാനിയ കുറിച്ചത്. പിതാവ് ഇമ്രാൻ മിർസയ്ക്കും സഹോദരി അനം മിർസയ്ക്കും ഭർത്താവിനും ഒപ്പമാണ് സാനിയ ഈ വർഷത്തെ ഹജ്ജ് കർമ്മം നിർവഹിച്ചത്. വിശുദ്ധ യാത്രയുടെ ചിത്രങ്ങൾ അനം നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു. സാനിയയുടെ ചിത്രങ്ങൾക്കായി കാത്തിരിക്കുകയായിരുന്നു സാനിയ മിർസയുടെ ഫാൻസ്. പിതാവിനും സഹോദരിക്കും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളും സാനിയ പങ്കുവച്ചിട്ടുണ്ട്. സാനിയ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്നുള്ള കഅബയുടെ ദൃശ്യവും ഫോട്ടോകളിൽ ഉണ്ട്. ഒരു ജീവിതകാലം മുഴുവൻ ഓർത്തുവെക്കാനുള്ള യാത്രയാണിത് എന്ന് സാനിയ മിർസ കുറിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ എന്റെ ശരീരത്തിനും മനസ്സിനും ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത അനുഭവമാണ് ഈ യാത്ര സമ്മാനിച്ചത്. ദൈവത്തിന് സ്തുതി. ഇതാണ് ഫോട്ടോകൾക്ക് താഴെ സാനിയ എഴുതിയത്. സുഹൃത്തുക്കളും ഫാൻസും ഫോളോവേഴ്സും അടക്കം നിരവധി പേരാണ് പോസ്റ്റിനോട് പ്രതികരിച്ചത്. മനോഹരം. ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്. എന്നാൽ ഹജ്ജ് കർമ്മങ്ങൾ കാണുമ്പോൾ അതെന്റെ ശരീരത്തിനും മനസ്സിനും വല്ലാത്ത നിർവൃതി നൽകുന്നുണ്ട്. അതുമായി എനിക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ യാത്രയ്ക്കായി ഒരു ദിവസം അവസരം ലഭിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുകയാണ് എന്നാണ് ഒരു അദ്ദേഹത്തിന്റെ സാനിയ മിർസയുടെ ഒരു ഫോളോവറാണ് പ്രതികരണവുമായി വന്നത്. സുബ്ഹാനല്ലാ എന്നാണ് നടി ജൗഹർ ഖാൻ കുറിച്ചത്. ഒപ്പം അനവധി പേർ സാനിയ മിർസയ്ക്ക് ഹജ്ജ് ആശംസകളും നേർന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട്. വ്യക്തി ജീവിതത്തിൽ പരീക്ഷണം നേരിട്ട സമയത്താണ് സാനിയ ഹജ്ജ് യാത്രയ്ക്ക് ഒരുങ്ങുന്നത്. അടുത്തിടെയാണ് സാനിയ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം ഷുഐബ് മാലിക്കിൽ നിന്ന് വിവാഹമോചിതയാകുന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. ദമ്പതികൾക്ക് ഇസാൻ മിർസ മാലിക് എന്നു പേരുള്ള 6 വയസ്സുള്ള ഒരു മകനുമുണ്ട്. 2010 രണ്ടുപേരും വിവാഹിതരായത്. ഹജ്ജ് കർമ്മത്തിനുള്ള യാത്രയ്ക്കായി ഒരുങ്ങുകയാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സാനിയ ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു. പുതിയ മനുഷ്യനായി തിരിച്ചെത്താനുള്ള യാത്രയിലാണെന്നും ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു തരണമെന്നും കുറിപ്പിൽ അഭ്യർത്ഥിച്ചിരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, വിശുദ്ധ ഹജ്ജ് യാത്രയ്ക്കുള്ള അവിശ്വസനീയമായ അവസരം ലഭിച്ചിരിക്കുന്നു. ഈ മഹായാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന അവസരത്തിൽ തെറ്റുകൾക്കും പോരായ്മകൾക്കും ഞാൻ വിനയത്തോടെ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. പാപമോചനത്തിനും ആത്മീയ നവീകരണത്തിനും തേടിയുള്ള ഈ യാത്രയിൽ എൻ്റെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞു കവിയുകയാണ്. അള്ളാഹു എന്റെ പ്രാർത്ഥന സ്വീകരിച്ച് അനുഗ്രഹീതമായ പാതയിൽ എന്നെ നയിക്കട്ടെ. ഞാൻ അങ്ങേയറ്റം ഭാഗ്യവതിയാണ്, അതോടൊപ്പം അങ്ങേയറ്റം നന്ദിയുള്ളവളുമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തുക. എളിമയുള്ള ഹൃദയവും കരുത്തുറ്റ ഈമാനുമുള്ള മനുഷ്യനായി തിരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് സാനിയ മിർസ കുറിച്ചത്. നമ്മുടെ നാട്ടില് ആരെങ്ങനെ പോയാലും എങ്ങനെ ജീവിച്ചാലും ഒടുവിൽ ഒരു ഹജ്ജ് മതി ജീവിതം മാറി മറിയാൻ. ഒരു ചുംബനം മതി ജീവിതം മാറി മറിയാനെന്ന് പറയുന്നത് പോലെ അതുവരെ അവർ ചെയ്ത എല്ലാ തെറ്റുകളും ഹജ്ജ് ചെയ്താൽ മതി. ഇന്ന് ജനിച്ച കുട്ടിയെ പോലെ ആയി തീരുമെന്നാണ് ഇസ്ലാം മതവിശ്വാസ പ്രകാരം നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഅബയുടെയൊക്കെ ചരിത്രം, ഹജ്ജ് കർമ്മത്തിന്റെ ചരിത്രം, മക്കയിലെ വിഗ്രഹാരാധകരുടെ ചരിത്രം, ആ കഅബയുടെ ചരിത്രമൊക്കെ ഇവർക്ക് എങ്ങനെ അറിയാനാണ്? അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ ഇവർ ഈ സംസാരിക്കുന്നത്? ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഏത് സംഘടനയിൽപ്പെട്ടവരാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, അവര് വളരെ ആഢ്യത്വത്തോടുകൂടി ഉറക്ക പറയുന്ന കാര്യമാണ്, ഞങ്ങൾ വിഗ്രഹാരാധകരല്ല, ഞങ്ങൾ ഇസ്ലാം മതവിശ്വാസികളാണ്, വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളല്ല. പക്ഷേ ഇസ്ലാമിക പ്രമാണങ്ങളെ സസൂക്ഷ്മമായി പഠിക്കുമ്പോൾ ലോകത്തെ ഇസ്ലാം എന്ന ഒരേ ഒരു മതം മാത്രമേ അതിന്റെ അനുയായികളെ വിഗ്രഹാരാധന ചെയ്യാൻ നിർബന്ധിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ ബഹുദൈവാരാധകർ എന്ന് പറയുമ്പോൾ, വിഗ്രഹാരാധകർ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ മൊത്തത്തിൽ കാണുന്നത് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയുമാണ്. പക്ഷെ അല്ല, ആ വിഗ്രഹാരാധകർ മുസ്ലിങ്ങൾ തന്നെയാണ്. മക്കയിലെ കഅബയിലെ യമാനി മൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഹജറുൽ അസ്വദ് എന്ന കറുത്ത കല്ലിനെ കുറിച്ച് സാധാരണ മുസ്ലിങ്ങൾ പറയാറുള്ളത് അത് വെറും ഒരു കല്ലു മാത്രമാണ്. അതിന് യാതൊരു പ്രാധാന്യമോ പ്രത്യേകതയോ ഇസ്ലാമിലില്ല. എന്നാൽ അത് വെറും കല്ല് വെച്ച നുണ മാത്രമാണ്. പ്രവാചകൻ ചുംബിച്ചതിന്റെ പേരിലാണ് ഈ കല്ലിനെ ചുംബിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആഗോള മുസ്ലിങ്ങളും അതിനെ ചുംബിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കല്ലിന്റെ പ്രാധാന്യവും പ്രത്യേകതയും നമ്മളോട് പറഞ്ഞാൽ അവരെ വിഗ്രഹാരാധികൾ എന്ന് വിളിക്കും.
അതുകൊണ്ടായിരിക്കും പലപ്പോഴും ചില ആളുകൾക്ക് സത്യം അറിയാമെങ്കിൽ പോലും അവർക്കത് പുറത്തു പറയാൻ കഴിയാത്തത്. ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്നും വീണ കല്ലാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന വോള്യം 2 ബുക്ക് നമ്പർ 4 ഹദീസ് നമ്പർ 877 വളരെ വ്യക്തമായിട്ടും കാര്യം പറഞ്ഞു. അതുപോലെ തിർമിദിയിലെ ഹദീസ് 695 പറയുന്നുണ്ട്. 900 ഇല്ല കേട്ടോ, 695. ഈ കല്ല് പാലിനേക്കാൾ വെളുത്തതായിരുന്നെങ്കിലും മനുഷ്യരുടെ പാപങ്ങൾ പിടിച്ചെടുത്ത് ഇന്ന് കാണുന്ന വിധം കറുത്തു പോയതാണ് എന്ന് ഈ തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന 2ാമത്തെ വോള്യത്തിലെ 4ാമത്തെ ബുക്ക് പ്രകാരമുള്ള 877 ഹദീസിൽ പറയുന്നു. ഈ കല്ലിന് പുനരുദ്ധാന ദിവസത്തിൽ കാണുവാൻ 2 കണ്ണുകൾ ഉണ്ടായിരിക്കുമെന്ന് തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന വോള്യം 2 4ാമത്തെ ബുക്ക് നമ്പർ ഹദീസ് 961 പറയുന്നു. ഈ കല്ലിന് പുനരുദ്ധാന ദിവസത്തിൽ സംസാരിക്കാൻ സാധിക്കുമെന്ന് തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന 961 പറയുന്നു. അതുപോലെ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന 2944 പറയുന്നു. ഈ കല്ലിന് മനുഷ്യന്റെ മനസ്സിനെയും ആത്മാവിനെയും വിവേചിച്ച് മനസ്സിലാക്കാനും ഹൃദയവിശുദ്ധിയോടെയാണോ മുസ്ലിങ്ങൾ ഈ കല്ലിനെ തൊട്ടത് എന്ന് മനസ്സിലാക്കാനും അത് പ്രസ്താവിക്കുവാനുമുള്ള ദൈവിക ശക്തിയുണ്ട് എന്ന് തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന 961 പറയുന്നു. ഈ കല്ലിന് അതിനെ തൊടുന്നവരുടെ പാപങ്ങളെ തന്നിലേക്ക് ആഗിരണം ചെയ്ത് പാപങ്ങളെ പരിഹരിക്കാനുള്ള ശക്തി സ്വയമേവയുണ്ട് എന്ന് തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് 959. അതുപോലെ അൽ ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന 664 ഉണ്ട്. ഒരു കല്ലിനെ ഒരു മനുഷ്യനൊന്ന് ചുംബിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ പാപങ്ങളെ പിടിച്ചെടുക്കാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കുന്നതിനേക്കാൾ വലിയ വിഗ്രഹാരാധന മറ്റെന്താണുള്ളത്? കല്ല് അല്ലാഹുവിന്റെ കൈയാണെന്നും ആ കല്ല് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നും ആ കല്ലിന്റെ ദിശയിൽ നമ്മൾ ചുംബിക്കണമെന്നും ആ കല്ലിന് ചുറ്റും തവാഫ് ചെയ്യണമെന്നും ആ കല്ല് ഉള്ള സ്ഥലത്ത് തന്നെ വന്നിട്ട് ഹജ്ജ് ചെയ്യണമെന്നും ഒക്കെ പറയുമ്പോൾ അത് വിഗ്രഹാരാധനയല്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചോ? സത്യത്തിൽ ആ വിഗ്രഹത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയും ആ വിഗ്രഹത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് ഒരു വിഭാഗം ആളുകൾ ഹജ്ജിന് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തിന് മുമ്പ് ഖുറൈശികളുടെ ആരാധനാ കേന്ദ്രമായിരുന്നു കഅബ. അവിടെ 360ഓളം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ആ മനുഷ്യർ ആരാധിച്ചു വന്നു. ഇവിടെ ഈ കഅബയെ നഗ്നരായിട്ടാണ് ജനങ്ങൾ ചുറ്റിയിരുന്നത്. മൃഗബലിയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. ഈ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ഇന്ന് പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ഹാജിമാർ അടിവസ്ത്രം പോലും ധരിക്കാത്തത്. ഒരിക്കൽ ഖുറൈശികള് കഅബ വൃത്തിയാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്രകാരം വിഗ്രഹങ്ങളൊക്കെ എടുത്ത് പുറത്തു വെച്ചു. വൃത്തിയാക്കിയ ശേഷം ഇത് തിരികെ പ്രതിഷ്ഠിക്കാൻ തുടങ്ങി. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ദേവനായ ഖുറൈശികളുടെ ഗോത്രദൈവം ഹുബ്ബാൽ, അതിന്റെ പ്രതിമ തിരിച്ചു വെച്ച് ആര് പ്രതിഷ്ഠിക്കും എന്നതിനെ ചൊല്ലി ഭയങ്കര ചർച്ചയായി. അങ്ങനെ അവര് തമ്മിൽ തീരുമാനിക്കുന്നു ഹുബ്ബാൽ എന്ന ദൈവത്തെ. അക്കാലഘട്ടത്തിൽ അവർ ആരാധിച്ചിരുന്ന ദേവന്മാരിൽ ഒരാളാണ്. ആരാണോ ഈ വഴിയിലൂടെ ആദ്യം വരുന്നത് അവരെ കൊണ്ടെടുത്ത് വെപ്പിക്കാം. അങ്ങനെയാണ് ഇവർ തമ്മിൽ ചർച്ചയാകുന്നതും ആ വഴി ആദ്യം മുഹമ്മദ് നബി കടന്നു വരുന്നതും ആ മുഹമ്മദ് നബിയെ കൊണ്ട് ഹുബ്ബാലിന്റെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചു എന്നതാണ് ഇസ്ലാമിക ചരിത്രങ്ങളിൽ നമ്മൾ കാണുന്ന ഐതിഹ്യം. അതായത് കഥ, എല്ലാം കഥയാണല്ലോ. പിന്നീട് മുഹമ്മദ് നബി മക്കയിൽ നിന്ന് വന്ന മക്കക്കാരെ ഹുദൈബിയ സന്ധി എതിരായി യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി. കഅബയിലെ വിഗ്രഹങ്ങളെല്ലാം തല്ലി തകർക്കുന്നു ഒന്നൊഴിച്ച്. ഖുറൈശി ചന്ദ്രദേവനായ ഹുബ്ബാലിൻ്റെത്, കാരണം അത് മുഹമ്മദ് നബി സ്ഥാപിച്ചതാണല്ലോ, അത് മാത്രം അവിടെ ബാക്കിയായി. മുഹമ്മദ് ഈ വിഗ്രഹക്കല്ലിനെ ചുംബിക്കുകയും പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. ഇതാണ് ഹദീസ്. ഇതാണ് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ഹജറുൽ അസ്വദ് അഥവാ കറുത്ത കല്ല്. മുഹമ്മദിന്റെ മരണശേഷം മുസ്ലിം ഗോത്രങ്ങൾ പരസ്പരം തമ്മിലടിച്ചു. ഈ കല്ലിന് വേണ്ടി ഒരുപാട് യുദ്ധങ്ങൾ തന്നെ നടന്നിട്ടുണ്ട്. 20ലേറെ തവണ ഈ കല്ല് തട്ടിക്കൊണ്ടുപോയി. എല്ലാ മനുഷ്യന്റെയും പാപം പിടിച്ചെടുക്കുന്ന കല്ലിന് സ്വയം സംരക്ഷണം പോലും ഒരുക്കാൻ കഴിഞ്ഞില്ല. കാർമാത്തിയൻ എന്ന് പറയുന്ന ഒരു ഗോത്ര വിഭാഗം ഈ കല്ല് തട്ടിക്കൊണ്ടുപോയി. കല്ല് പതിറ്റാണ്ടുകളോളം അവരുടെ കയ്യിൽ സൂക്ഷിച്ചു. പിന്നീട് ഖുറൈശികൾ പണം കൊടുത്ത് സന്ധിയാക്കി അത് തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ തിരിച്ചു കൊണ്ടുവന്നവര് പേടിച്ച് രാത്രി മതിലിന് പുറത്തു നിന്ന് അകത്തേക്ക് എറിഞ്ഞിട്ട് പോയി. അങ്ങനെയാണ് ആ കല്ല് പൊട്ടുന്നത്. ഖുറൈശികൾ ഇതില് 2 കഷ്ണങ്ങൾ പെറുക്കി കൂട്ടി വെള്ളി ഉപയോഗിച്ച് കൂട്ടിച്ചേർത്ത് ആരാധന തുടർന്നു. ഇന്നും ആ ആചാരം മുസ്ലിം സമുദായം തുടർന്നു കൊണ്ടിരിക്കുന്നു.
അവസാന കാലത്ത് ഈ കല്ലിന് കണ്ണും നാക്കും മൂക്കും ഒക്കെ മുളയ്ക്കുമെന്നും സംസാരിക്കുമെന്നും ഇത് തുടക്കത്തിൽ വെളുത്ത കല്ലായിരുന്നെന്നും പിന്നീട് മനുഷ്യന്റെ പാപം പിടിച്ചെടുത്ത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആ വെള്ളാരം കല്ല് കറുത്തു പോയി എന്നുമാണ് ഇന്നും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. കഅബയുടെ മുകളിൽ ഇടുന്ന ഒരു തുണിയുണ്ട്, അതിന്റെ പേരാണ് കിസ്വ. ഓരോ വർഷവും ഇത് മുറിച്ച് വിൽക്കുന്നതിലൂടെ നല്ല വരുമാനം സംഘാടകർക്ക് ലഭിക്കുന്നുണ്ട്. ഇത് പ്രസാദം പോലെ തീർത്ഥാടകർ വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ വെക്കും. അതിന്റെ ഫലമായി സംസം വെള്ളവും ഇന്നൊരു ബിസിനസ് ടൂളായി മാറി. ഇതിനെയൊക്കെ വെച്ച് ആരാധിച്ചിട്ട് ആത്മനിർവൃതി അടയുകയും എൻ്റെ ജീവിതത്തിൽ എന്തോ വലിയ മൊഹബത്ത് സംഭവിച്ചെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നവരുടെ ചിന്താഗതി ഇപ്പോഴും ആ മുസ്ലിം സ്വത്വത്തിൽ ഉറങ്ങിക്കിടക്കുവാണ്. നന്ദി.